CPI ഇടുക്കി ജില്ലാ മുൻ സെക്രട്ടറി കെ ശിവരാമനെതിരെ പാർട്ടി നടപടി. ജില്ലാ എക്സിക്യൂട്ടീവിൽ നിന്നും കൌൺസിലിൽ നിന്നും ഒഴിവാക്കാനാണ് തീരുമാനം. പീരുമേട്ടിലെ തോൽവിയുമായി ബന്ധപ്പെട്ട പരസ്യ വിമർശനത്തെ തുടർന്നാണ് നടപടി. പാർട്ടി ജില്ലാ സെക്രട്ടറിയും പീരുമേട്ടിലെ സ്ഥാനാർത്ഥിയുമായിരുന്ന കെ സലീംകുമാറിന്റെ പേരിലുള്ള 12 ബാങ്ക് അക്കൌണ്ടുകളെ കുറിച്ച് കെ ശിവരാമൻ അന്വേഷണം നേരത്തെ ആവശ്യപ്പെട്ടിരുന്നു. രാഹുൽ വിജയൻ ഇടുക്കിയിൽ നിന്ന് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. രാഹുൽ, കനത്ത തോൽവി ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പീരുമേട്ടിൽ പാർട്ടിക്കുണ്ടായി, LDF-നുണ്ടായി എന്നതൊരു വസ്തുതയാണ്. അതിന് പിന്നാലെ നടത്തിയ രൂക്ഷമായ വിമർശനം കെ ശിവരാമനെ ഇപ്പോൾ ഇതാ നടപടിയിലേക്ക് എത്തിച്ചിരിക്കുന്നു എന്നാണോ കരുതേണ്ടത്? എന്താണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യങ്ങൾ? ഇതിൽ ചരിത്രത്തിലെ ഏറ്റവും വലിയ തോൽവിയാണ് പീരുമേട്ടിൽ CPIക്ക് അല്ലെങ്കിൽ LDF-ന് നേരിടേണ്ടി വന്നത്. അതിൽ വലിയ തരത്തിലുള്ള വിമർശനം CPIയുടെ ജില്ലാ എക്സിക്യൂട്ടീവിലും അതുപോലെ തന്നെ ജില്ലാ കൌൺസിലും ഉയർന്നിരുന്നു. അതിന് പിന്നാലെയാണ് പരസ്യ വിമർശനവുമായി CPIയുടെ മുൻ ജില്ലാ സെക്രട്ടറി കൂടിയായിട്ടുള്ള കെ ശിവരാമൻ രംഗത്തെത്തിയത്. പീരുമേട്ടിലെ തോൽവിയുമായി ബന്ധപ്പെട്ട് പീരുമേട്ടിലെ സ്ഥാനാർത്ഥിത്വം പാളിപ്പോയി എന്നായിരുന്നു കെ ശിവരാമൻ പരസ്യമായി വിമർശിച്ചത്. അതിലാണിപ്പോൾ അടിയന്തരമായിട്ടുള്ള എക്സിക്യൂട്ടീവ് യോഗം ചേരുകയും അതിൽ കെ ശിവരാമനെതിരെ നടപടി ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് നീങ്ങുകയും ചെയ്തിരിക്കുന്നത്. ഇതിൽ പ്രധാനമായും ശിവരാമനെതിരെ വിമർശനമായി ഉയരുന്നത് പാർട്ടിയുടെ സംഘടനാ പ്രവർത്തനങ്ങളിൽ അതിന്റെ ചട്ടങ്ങൾ പാലിക്കുന്നില്ല, മാത്രമല്ല നിരന്തരമായി നേതാക്കൾക്കെതിരെ വിമർശനം ഉന്നയിക്കുന്നു. അതുകൊണ്ട് തന്നെ നടപടി ആവശ്യമാണ് എന്നുള്ളതാണ് ഇന്നത്തെ അടിയന്തര എക്സിക്യൂട്ടീവിൽ പറഞ്ഞിരിക്കുന്നത്. കെ ശിവരാമൻ നിലവിൽ ജില്ലാ എക്സിക്യൂട്ടീവിലും ഉണ്ട്, ജില്ലാ കൌൺസിലിലും ഉണ്ട്. ഇവയിൽ രണ്ടിൽ നിന്നും ഒഴിവാക്കാനുള്ള ഒരു തീരുമാനം ഉണ്ടാകും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല പാർട്ടി ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള നിലവിലെ പീരുമേട്ടിലെ സ്ഥാനാർത്ഥി കൂടിയായിരുന്ന കെ സലീംകുമാറിന്റെ പേരിലുള്ള 12 ബാങ്ക് അക്കൗണ്ടുകളെ കുറിച്ച് അന്വേഷണം വേണമെന്ന് കെ ശിവരാമൻ ആവശ്യപ്പെട്ടിരുന്നു. ഇതിന് പിന്നാലെ ഉൾപ്പെടെയാണ് ഈ അടിയന്തര ജില്ലാ എക്സിക്യൂട്ടീവ് ചേർന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും കെ ശിവരാമൻ മുതിർന്ന നേതാവാണ്. നേരത്തെ തെരഞ്ഞെടുപ്പിന് മുമ്പ് തദ്ദേശ തെരഞ്ഞെടുപ്പിന് പിന്നാലെ ജില്ലാ നേതൃത്വത്തിനെതിരെ പരസ്യ വിമർശനം ഉന്നയിച്ചിരുന്നു. അതും പല കാര്യങ്ങളിലും അദ്ദേഹത്തിന്റെ വിമർശനം ഉണ്ടായിരുന്നു. അതിനുശേഷം ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെ അദ്ദേഹത്തെ തിരിച്ചും വിമർശിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. നിയമസഭാ തിരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് ഇവർ തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കപ്പെടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഉൾപ്പെടെ ഇവരെ വിളിച്ചു വരുത്തുകയും അവർ തമ്മിൽ ചർച്ച നടത്തുകയും പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല എന്നുള്ള ഒരു ഉറപ്പ് വാങ്ങുകയും ഒക്കെ ചെയ്തിരുന്നു. എന്നാൽ പല കാരണങ്ങളാൽ ഈ കെ ശിവരാമനെ ഉൾപ്പെടെയുള്ള പ്രമുഖ ജില്ലയിലെ നേതാക്കളെ ഈ തെരഞ്ഞെടുപ്പ് പ്രചരണവുമായി പങ്കെടുപ്പിക്കാൻ തയ്യാറായിരുന്നില്ല നിലവിലെ നേതൃത്വം എന്നുള്ള വിമർശനം ഉയർന്നിരുന്നു. എന്തായാലും അത്തരത്തിൽ പരസ്യ വിമർശനങ്ങൾ തുടർന്ന നിലയിലാണ് ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ടാണ് ഇത്തരത്തിലൊരു നടപടിയിലേക്ക് CPI നേതൃത്വം നീങ്ങിയിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും നിലവിലെ പാർട്ടി സെക്രട്ടറി അവിടെ സ്ഥാനാർത്ഥിയായിരുന്ന ആൾക്കെതിരെ അടക്കമുള്ള വിമർശനങ്ങൾ ഉണ്ടായിരുന്നു കെ ശിവരാമന്റെ ഭാഗത്തുനിന്നും. അതിലൊക്കെയാണ് ഇപ്പോൾ നടപടി ഉണ്ടായിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. രാഹുൽ വിജയനാണ് ഇടുക്കിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.